എങ്ങനെയാണ് സ്ക്രീൻ ടൈം സ്പീച്ച് ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നത്? ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നമായിട്ട് തന്നെ നമ്മളെ സെൻറ്ററുകളിൽ കാണുന്ന കുട്ടികളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിൻ്റെ മെയിനായിട്ട് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു എക്സസീവ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഡിജിറ്റൽ വേൾഡിൽ പാരൻസിന് കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തീരെ സമയമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ സ്ക്രീനിലേക്ക് കൂടുതലായിട്ട് പോകുന്നതും. എന്തുകൊണ്ടാണ് സ്പീച്ചുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പാസീവ് ഒബ്സർവേഷൻ ആണ് സ്ക്രീൻ ടൈമിൽ വരുന്നത്. കുട്ടികളെ പാസീവായി ഒബ്സർവ് ചെയ്യുക. തീർച്ചയായിട്ടും ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് അത്യാവശ്യമായിട്ട് വേണ്ടത് ഹ്യൂമൻ ഇന്ററാക്ഷൻ ആണ്. കുട്ടികൾ മുതിർന്നവരുമായിട്ട് സംസാരിക്കുമ്പോൾ, അവരെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോഴാണ് കൃത്യമായിട്ട് വാക്കുകൾ അവർക്ക് കിട്ടുകയും എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചാൽ അത് കറക്റ്റ് ചെയ്യാൻ മുതിർന്നവർക്ക് സാധിക്കുകയും ചെയ്യുന്നത്. ഒരു സ്ക്രീൻ ഇന്ററാക്ഷനിൽ ഒരു പാസീവായിട്ടുള്ള ഒബ്സർവേഷൻ മാത്രമാണ് ഉണ്ടായിരിക്കുക. അവിടെ കുട്ടികൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാനോ അല്ലെങ്കിൽ ആ കാണുന്നതിനെ റെസ്പോണ്ട് ചെയ്യാനോ സാധിക്കുന്നില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 0 to 6 years എന്ന് പറയുന്ന ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ്. അവിടെ സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കുന്നതനുസരിച്ച് തന്നെ കുട്ടികൾ മുതിർന്നവരുമായിട്ടുള്ള സംസാരം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക.